ഇപ്പോഴേ ഒരു അത്ഭുതം കാണാം. ഒരു സംഭവം നടക്കുവേ. എനിക്ക് പിന്നെ അറിയായിരിക്കും നടക്കുമ്പോൾ അത് നടക്കുമ്പോൾ എൻ്റെ പിള്ളേരുടെയും ശോഭന അമ്മയുടെ എല്ലാവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം. കാണിച്ചു തരാവേ, ശ്രദ്ധിച്ചോണ്ടേ. കണ്ടാ, വാടാ നോക്കടാ. കൊള്ളാവോ? നല്ല രസമുണ്ടാ? കൊള്ളാമോ? അവനും തുള്ളിച്ചാടുമായിരുന്നു, പക്ഷെ അവൻ ആരോഗ്യമില്ല. തുള്ളിച്ചാടാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് അവന് വിശക്കുന്ന. ഇത്ര നേരം പറമ്പിൽ നിന്നോട്ടല്ലേ കുറച്ച് നേരത്തെ ആഹാരം കഴിച്ചിട്ടായിരുന്നോ? ഓ, നിങ്ങൾ കരുതുമായിരിക്കും ഇതിന് വേണ്ടിയിട്ട് എന്താ അത്ഭുതം എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ശോഭന അമ്മ അല്ലെങ്കിൽ ഇതിപ്പോൾ നന്ദപ്പനാണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞാണെങ്കിലോ ഉത്സവപ്പറമ്പിൽ പോയിട്ട് ഈ വെട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെട്ടം കാണുന്നത്. അത് നമ്മുടെ വീട്ടിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അത്ഭുതമാണ്. പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇതൊക്കെ ആശ്ചര്യമുള്ളൊരു കാര്യമാണ്. പിന്നെ വീട് കണ്ടല്ലോ, മൾട്ടി വുട്ടും അതൊക്കെ ഇരിക്കുകയാണ്. കാര്യം നമ്മൾ കിച്ചൺ വർക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കി വെച്ചേക്കാണ്. അപ്പോൾ വീട് ഫുള്ള് അക്രിപുക്രി സാധനങ്ങളാണ്. കാരണം ഇനി ആകെയുള്ളത് ഇലക്ട്രിക് കഴിഞ്ഞു, പ്ലംബിങ് കഴിഞ്ഞു, ഇനി വെൽഡ്, അതായത് ഡോറ് വെൽഡിങ് ഡോറാണ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാനുണ്ട്. പിന്നെ കിച്ചൺ വർക്കുണ്ട്. അതാണ് വലിയൊരു തൊല്ല. അതും കൂടി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ളി ഫ്രീ ആയി. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാരി അടുക്കി വെച്ച് ചെയ്യണം. ലൈറ്റ് എനിക്കറിയായിരുന്നു. ഇതിടുമ്പോൾ അമ്മ ഉത്സവപ്പറമ്പാന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം നമ്മളിവിടെ ഫ്രണ്ടിൽ നമ്മുടെ അമ്പലത്തിൽ, പേരാപ്പൂർ അമ്പലത്തിലും പിന്നെ നമ്മുടെ അപ്പുറത്തെ ക്ലബിലെ ആനിവേഴ്സറിക്കൊക്കെ അല്ലെങ്കിൽ മണ്ണമ്പലത്തെ ഉത്സവത്തിനൊക്കെ ഇവിടെ ഫ്രണ്ടിൽ ലൈറ്റ് ഇടും. നമ്മൾ പ്ലാനിലൊക്കെ ലൈറ്റ് ഇടും. അപ്പോൾ അത് അമ്മ കണ്ടുകൊണ്ട് വന്നിട്ട് ഇത് അമ്മ ചോദിക്കും, ഇതെന്തൊരു പെണ്ണെ ഉത്സവ പറമ്പാന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇത് ലൈറ്റ് ഇട്ടാ കൊള്ളാമോ? ഇത് പണ്ട് നമ്മൾ വീട് വെച്ച സമയത്തിൻ്റെ വയറൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ അന്ന് നമ്മൾ ചെയ്തില്ല. കൊള്ളാമോ? നല്ല രസമുണ്ടാവും. എൻ്റെ ചോറിനെ നേരത്തെ ഇങ്ങനെ ഇട്ടിരിക്കണോ? എന്തിന്? നിങ്ങളെ വീട്ടിലും കിട്ടണോ? മോൻ്റെ പറഞ്ഞാൽ പറയണോ? ശോഭനമ്മയുടെ വീട്ടിലും കൂടെ ഈ ലൈറ്റ് ഇടണം കേട്ടാ. മോൻ്റെ ഞാൻ പറഞ്ഞേ, അമ്മയുടെ വീട്ടിലും കൂടെ ലൈറ്റ് ഇടാനാണ് പറയണേ. വെളിയിൽ ലൈറ്റ് ഉണ്ടല്ലോ, ട്യൂബ് ലൈറ്റ് ഉണ്ടല്ലോ. പൊട്ടിക്കാം, നാളെ പൊട്ടിക്കാം. ഇന്ന് രാത്രി അല്ലെങ്കിൽ രാത്രിൻ്റെ ഇടയിൽ ഇവിടെ കൊണ്ടുവച്ചൊന്ന് പൊട്ടിക്കാം. അതുപോലെ ഇപ്പോൾ ജോലി കഴിഞ്ഞല്ലോ, ഇത്രയും എപ്പോഴെല്ലാം നടന്നത് നിങ്ങൾ കണ്ടില്ലേ? ജോലിക്കാർ പോയാൽ ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ ഉച്ചയായി. അവർ ഇത്രയും നേരം ഉണ്ടായത്. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവർ വന്ന് അവർ ടെസ്റ്റ് ഒന്ന് ഇത് കത്തിച്ച് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തു. കാര്യം ഇവർക്കൊക്കെ ഇങ്ങനെ കാണിക്കണമെങ്കിൽ അത് ഇങ്ങനെ ഈ രാത്രി ഇട്ടിട്ടല്ലേ കാര്യമുള്ളൂ. അത് പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്തു. സമ്മാനം വന്നു. അത് പൊട്ടിക്കുന്ന എന്താണെന്നാണ് ചോദിക്കണത്. അതും ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പോൾ അതിനിപ്പോൾ നാളെ പൊട്ടിക്കാം. കാര്യം പറയാവേ, ഇന്ന് കുറേ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. വീഡിയോ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിൽ പോയതും 5 തേങ്ങ കൊടുക്കാൻ പാടുള്ളൂ എന്ന് അവർ പറഞ്ഞ ഒരു വീഡിയോ. അപ്പോൾ അതിൽ കുറേ പേര് പബ്ലിക്കായിട്ട് ആരും കമൻറ്റ് ചെയ്തില്ല. പകരം എനിക്ക് എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു. കുറച്ചധികം പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോ അമ്മ എന്താ ഉമ്മ ഇങ്ങനെ, നീ ഇത്രയും സ്നേഹത്തോടെ നോക്കിയിട്ടും നിൻ്റെ അമ്മ പോവാൻ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചു. 5 തേങ്ങ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചു. പിന്നെ ഉമ്മയ്ക്ക് വിഷമായില്ലേ, ഉമ്മയുടെ അമ്മയാണ് അങ്ങനെ പറഞ്ഞത്, ഉമ്മയ്ക്ക് ഫീലായില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചവർ ആരും ഒന്നും മോശമായിട്ട് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് നിങ്ങളോടുള്ള എല്ലാ പേർക്കും എക്സ്പ്ലനേഷൻ തരാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട്
ചെയ്യണേ. ഇതാകുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് അങ്ങ് പറഞ്ഞു തീർക്കാമല്ലോ. പിന്നെ ചോദിച്ചു നിൻ്റെ അമ്മയെ, അതായത് എൻ്റെ മോളുടെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആ അമ്മയല്ലേ ശോഭനാമ്മയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തത്, അപ്പോൾ അവർ പോകാൻ ഇത്രയും സന്തോഷിക്കാൻ പാടുണ്ടോ, 5 തേങ്ങ കൊടുക്കരുത്, അതിന് റെസ്ട്രിക്ഷൻ പറയാൻ പാടുണ്ടോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ ഇപ്പം ഞാനും ചേട്ടനും കൂടി ഈ 10 വർഷം കംപ്ലീറ്റ് ചെയ്യില്ല. എന്തിനധികം ഞാൻ ശോഭനാമ്മയുടെ കൂടെ ഈ വീട്ടിൽ ജീവിക്കില്ല. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ, നമ്മുടെ ഈ വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നു 3-4 മാസമായി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. ഇത്രയും ഡ്യൂറേഷനിൽ ഈ പണിക്കൻ വിളയിൽ, അതായത് ഈ നമ്മളെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഫുൾ ആൾക്കാരും വീഡിയോ കാണുന്നുണ്ട്, റീല് കാണുന്നുണ്ട്, ലോങ് വീഡിയോ കാണുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്നെയോ അല്ലെങ്കിൽ ശോഭനാമ്മയെ കുറ്റപ്പെടുത്തിയോ സപ്പോർട്ട് ചെയ്തോ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ആരും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ശോഭനാമ്മ പണ്ടേ ഇങ്ങനെയാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കും, എന്നിട്ട് അപ്പം തന്നെ വാങ്ങിച്ച പാത്രം കഴിവേണ്ട താമസം അമ്മ നമ്മളെ തന്നെ വഴക്കുണ്ടാക്കും. അത് വഴക്കുണ്ടാക്കുന്നതെന്ന് പറയാൻ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയുള്ള വഴക്കൊന്നും അല്ല അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ എത്ര അമ്മ മാറിയെന്ന് പറഞ്ഞാലും അമ്മയെ ഇപ്പോഴത്തെ ശോഭനയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാരണം അത്രയും അമ്മ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ അതെനിക്കറിയാം, എനിക്ക് ആരും പറഞ്ഞു തരണ്ട, എനിക്ക് നന്നായിട്ട് അത് ഇപ്പോൾ സ്റ്റിൽ ആണെങ്കിൽ പോലും നമ്മളത് അനുഭവിക്കുന്നൊരു കാര്യമാണ്. എന്നിരുന്നിട്ട് എനിക്ക് ഇവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതാരും നെഗറ്റീവായിട്ട് വിചാരിക്കരുത്. ഇപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്ന് പറയാം നിനക്ക് നെഗറ്റീവ് തുടങ്ങിയല്ലോടി, അല്ലെങ്കിൽ നീ വീണ്ടും നെഗറ്റീവ് പറയുന്നല്ലോ, അല്ലെങ്കിൽ അമ്മയെ നിർത്തിക്കൊണ്ട് നെഗറ്റീവ് പറയുന്നു. അമ്മയുടെ പ്രസൻസോട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്, അമ്മ തിരിയുമ്പോഴല്ല. അപ്പോൾ അമ്മയുടെ എന്തുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അമ്മ ഇങ്ങനെയാണ്. അതായത് നമ്മൾ എത്ര സ്നേഹിച്ചാലും, നമ്മൾ എത്ര അളവറ്റ് സ്നേഹിച്ചാലും, നമ്മൾ എത്ര മതിമറന്ന് സ്നേഹിച്ചാലും അമ്മയ്ക്ക് ഒരു രീതിയുണ്ട്. അത് അമ്മ അത്രയും പോവില്ല. ഇവൻ മോനാണെങ്കിൽ പോലും ഇപ്പോൾ ചേട്ടനോട് വഴക്ക് കൂടിയാണ്, ചേട്ടനെ പ്രാവുന്നതൊക്കെ കേട്ടാൽ നമുക്ക് സങ്കടം വരും. അതിൻ്റെ കൂടെ എന്നെയും പ്രാവും. ചേട്ടനെ ഈ അയൽക്കാരൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന അമ്മയുടെ നെഗറ്റീവ് പറയുന്നതല്ല, ശോഭന എന്ന് പറയുന്ന വ്യക്തിത്വം ഞാൻ പറയുന്നതാണ്. ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാമെന്നുള്ളൊരു ശോഭനയുണ്ട്. നിങ്ങൾ ദൂരെ ഇരിക്കുന്നവർക്ക് അമ്മയെ മനസ്സിലാവാനില്ല. അമ്മ നമ്മൾ എത്ര തിരുത്താൻ ശ്രമിച്ചാലും അമ്മ തിരുത്തയും ഇല്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പറഞ്ഞു വരുന്നത്, നിങ്ങൾ കാണുന്ന ആൾക്കാരല്ല, ഇപ്പം ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അത് നമ്മൾ തിരുത്താൻ ശ്രമിച്ചാൽ, ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞ മാതിരിയാണ്, നമ്മൾ മറ്റുള്ളവരെ തിരുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പരാജയത്തിലോട്ട് പോകത്തേ ഉള്ളൂ. മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അമ്മയെ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ആ വിഷമമൊന്നും വരില്ല. പണ്ട് വിഷമം വരുമായിരുന്നു, ഇപ്പം എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. എനിക്കതൊന്നും ഒരു ഫീലിങ്സ് ആവില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് പോവുകയാണ്. വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ പയ്യനായിരുന്നു, എവിടെയെങ്കിലും പോയനായിരുന്നു. ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ കിടക്കണം. ഈ പെണ്ണായതുകൊണ്ടാണ് ഇവിടെ കിടക്കണം. നീ ആയതുകൊണ്ടാണ് ഈ എൻ്റെ ഉത്തരവും കൊണ്ട് കിടക്കണത്. ശോഭനെ സമ്മതിച്ച പിന്നെ ഇവിടെ കിടക്കണം. എൻ്റെ ഒരു ആണെങ്കിൽ ഞാൻ പയ്യനായിരുന്നു. എൻ്റെ പാട്ടിൽ എവിടെ പോയാനാ? എവിടെയെങ്കിലും പോകുമായിരുന്നു. എവിടെ പോകും? എവിടെയെങ്കിലും പോകുമായിരുന്നു. ഇവിടെ എന്നെ കൊണ്ട് കളയും. കഞ്ചേരി ദേശീയമാണ്. ആർക്ക്? എനിക്ക്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കാൻ നിൽക്കണില്ല. രാത്രിയാണ്, രാത്രി അങ്ങനെ വീഡിയോ എടുക്കാറില്ല. ഇന്ന് ഇതാ വരുന്നു, പിള്ളേർക്ക് വിഷം തുടങ്ങി. വിളിച്ചോ? അയ്യോ അമ്മ കേട്ടില്ല. അപ്പോൾ അടുത്ത് വീണ്ടും കാണാം. ടാറ്റാ. ചോറ് വേണോ? അയ്യോ എൻ്റെ പൊന്നിന് ചോറ് വേണം. ഇപ്പോ അമ്മ ചോറ് ഇപ്പൊ കഴിക്കണോ? വരട്ടാ? അയ്യോ നിന്നെ എടുക്കാൻ ആരോഗ്യം എനിക്കില്ലേ. എന്നാലും പറഞ്ഞതിന്റെ പേരിലൊന്ന് ശ്രമിച്ചു നോക്കിട്ട്. അമ്മച്ചി അയ്യോ, മുതുക്ക് കാള. അയ്യോ അവള് കരയണ കേട്ടാ, കുഞ്ഞമ്മ കരയണ്. അവൾക്ക് വിഷമം വന്ന്, അവൾക്കിപ്പോൾ ഭയങ്കര ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ആണ്. ചേട്ടനെ സ്നേഹിച്ച് എന്നെ സ്നേഹിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ എപ്പോഴും ഭയങ്കര വഴക്കാണ്. പെൺകൊച്ച് വളർന്നു വരെ ഭയങ്കര ഇതാവണം. ടാറ്റാ. അമ്മേരെ തങ്ക എവിടെ? അമ്മേരെ തങ്കയും കൂടെ എടുത്തോണ്ട് വന്നിട്ടേ പോവാവുള്ളേ. കരഞ്ഞേ. ഹലോ കൈസ് കരഞ്ഞേ. കരഞ്ഞാളിച്ചിച്ച് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് കരയണാണ്ട് എല്ലാവർക്കും സങ്കടം വരും. ഭയങ്കര പിണക്കമാണ് കേട്ടോ. ഇപ്പം ഭയങ്കര പിണക്കമാണ്. ഒരു കൊച്ചിനെ ചവിടണ. ടാറ്റോട് ശരി.